പോരാ, മിത്രങ്ങൾ നമുക്കെത്ര ശിവ ശിവ, വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ. നമ്മൾ പലരെയും നമ്മുടെ മിത്രമാക്കാൻ നോക്കണോ, ചിലരെയൊക്കെ ശത്രുവാക്കാൻ നോക്കണോ? നിങ്ങൾ എന്തിനാണോ ഇത്രയൊക്കെ കടന്ന് കഷ്ടപ്പെടുന്നത്? എത്രയാ ഭക്തന്മാര്! ഭക്തന്മാർക്ക് മിത്രം ഭക്തന്മാരാ. ഭക്തന്മാരെ കണ്ടാൽ വളരെ സന്തോഷം. എത്രയോ ഭക്തന്മാർ നമ്മുടെ ചുറ്റുമില്ലേ? ഈ ഭക്തന്മാരെയാണ് നമ്മൾ മിത്രന്മാരാക്കേണ്ടത്, അഥവാ മിത്രങ്ങളാക്കേണ്ടത്. അഥവാ ആത്മബന്ധമാണ് ഏറ്റവും വലിയ ബന്ധം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രക്തബന്ധം എന്നൊക്കെ നമ്മൾ പറയും. രക്തബന്ധക്കാർ തമ്മിലാ വെട്ടും കുത്തും വഴക്കും വയ്യാവേലിയും കോടതി കേസും, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രക്തബന്ധത്തിനൊന്നും വിലയില്ലാണ്ടായി. പക്ഷെ ആത്മബന്ധത്തിനോ? നിങ്ങൾ സത്സംഗത്തിന് വന്നു, അങ്ങനെ ആ സത്സംഗത്തിലൂടെ ഒരു ബന്ധം ഉണ്ടായ അത് ആത്മബന്ധ, അല്ലേ? ഭക്തന്മാർ തമ്മിലുള്ള ബന്ധം. ശരി, ഏതാ ശക്തമായ ബന്ധം? അതാ. അതുകൊണ്ടാ പറയണത്, എത്ര മിത്രങ്ങൾ നമുക്കിവിടെ ഉണ്ട്. ഭഗവത് ഭക്തന്മാർ എത്രയെങ്കിലും ഇല്ലേ? അവരെ വേണേ നമ്മുടെ മിത്രങ്ങളാക്കി മാറ്റേണ്ടത് നത്തം. അതും പോരാ, ഭഗവാന്റെ മായാവിലാസം കാണാൻ കഴിവുള്ളവന് ഈ ലോകത്തിലുള്ള ഒരു വേഷം കെട്ടിലും ആ വർണ്ണപ്പകിട്ടിലും ഭ്രമം പിന്നെ ഉണ്ടാവില്ല. അത്രയും നത്തം പറയണു. മായ കാട്ടും വിലാസങ്ങൾ കാണുമ്പോൾ ജായ കാട്ടും വിലാസങ്ങൾ ഗോഷ്ഠികൾ. ഈ കാണുന്നതെല്ലാം മായാവിലാസമാണ്. എന്തെല്ലാം ഭഗവാന്റെ മായ കൊണ്ടാണ് ഈ ജഗത്തുണ്ടായത്. ആ ഭഗവൻ മായ കൊണ്ട് ഈ ലോകത്ത് നടക്കുന്നതായ അത്ഭുതങ്ങളും പലതരത്തിലുള്ളതായ ലീലകളും കാണുന്ന ആൾക്ക് പിന്നീട് ജായ ആരാ? ഭാര്യ. ആ ഭാര്യയുടെ ശൃംഗാര ചേഷ്ടകളോ നാട്യങ്ങളോ അതിലൊക്കെ ഭ്രമം ഉണ്ടാവോ ചോദിക്കാം. പെണ്ണിന്റെ ആ ശൃംഗാര ആദികളിൽ ചെറുക്കന്റെ ശൃംഗാരാദികളിൽ ആ ഭാവാദികളില് പെണ്ണിനോ മോഹം ഉണ്ടാവുമോ, ഭ്രമം ഉണ്ടാവുമോ എന്ന് ചോദിക്കുക. കാരണം ഈ ലോകത്ത് നടക്കുന്നത് മുഴുവനും ഒരു ശൃംഗാര നാടകം, ഭഗവാന്റെ മായാലീല, അല്ലേ? ഇത് മനസ്സിലാക്കിയ ആൾക്കാർക്ക് പിന്നെ ഇവിടെ ഒന്നിലും ഒരു ഭ്രമം ഉണ്ടാവില്ല എന്നർത്ഥം. അതാണ് ഇവിടെ പറയുന്നത്. ചെറുക്കന് പെണ്ണിലാവട്ടെ, പെണ്ണിന് ചെറുക്കനിലാവട്ടെ ഉണ്ടാവാൻ പോണില്ല. ഭുവനത്തിലെ ഭൂതികളൊക്കെയും ഭവനം നമുക്കായതീതു തന്നെ. ഈ ഭൂമിയിൽ എന്തെല്ലാം ഐശ്വര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മുടെയാ. ഭക്തനെ സംബന്ധിച്ചിടത്തോളം പ്രദേശോ ഭുവനത്രയാണ്. ഈ 3 ലോകം തൻ്റെ ലോകമാണ്. ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവത് സ്വരൂപം, ഭഗവാന്റെ ഐശ്വര്യം, ഭഗവാന്റെ മഹിമ. അങ്ങനെ ഇരിക്കെ ഇവിടെയുള്ളതായ ഈ സമ്പത്ത് മുഴുവൻ തൻ്റെ സമ്പത്ത്. ഈ ഭുവനം നമുക്ക് ഭവനം. ഭക്തന് എന്താണ് ഭവനം? ലോകമേ തറവാട് എന്നാലേ. ഉദാരചരിതാനാന്തു വസുധാ ഏവ കുടുംബകം എന്നാണ്. വിശാലഹൃദയന്മാർക്ക്, ആ ഭഗവാനെ തൻ്റെ ഉള്ളിൽ സാക്ഷാത്കരിച്ചവർക്ക് ഈ ലോകം മുഴുവൻ തറവാടാണ്. അയം നിജ പരോവേത്തി ഗണന ലഘുചേതസാം എന്നാണ്. ഞാനിത് എൻ്റേത്, അത് നീ നിൻ്റേതെന്നുള്ള ആ വേർതിരിവ് അല്പമനസ്കന്മാർക്കാണ്. ചെറിയ ഇടുങ്ങിയ ചിന്താഗതിയുള്ള മനസ്സിലുള്ള ആൾക്കാർക്ക് അത്രയും നിർത്താം. ഭക്തനെ സംബന്ധിച്ചിടത്തോളം എന്താ ഗീതയിൽ പറയാ? അനികേത. ഭക്തൻ ഒരു വീട്ടിലും എൻ്റെ എന്നുള്ള അഭിമാനമില്ല. കാരണം എല്ലാ വീടും എൻ്റെ വീടാണ്. മനസ്സിലായില്ലേ? ഈ സ്വദേശോ ഭുവനത്രയം, ഈ 3 ലോകങ്ങളും എൻ്റെ ഭക്തന്റെ വീടാ. ഭക്തൻ അങ്ങനെ വിചാരം. ഈ ലോകത്തുള്ള ഭക്തന്മാരൊക്കെ തൻ്റെ മിത്രങ്ങളാണ്. ആരാണ് അച്ഛനും അമ്മയും? വിശ്വനാഥൻ പിതാവോ നമുക്കെല്ലാം, വിശ്വധാത്രി ചരാചര മാതാവും. അച്ഛനും പുനരമ്മയുമുണ്ടല്ലോ, രക്ഷിച്ചിടുവാനുള്ള നാളൊക്കെയും. ഭിക്ഷാന്നം നല്ലൊരന്നവുമുണ്ടല്ലോ, ഭക്ഷിച്ചിടുക തന്നെ പണിയുള്ളൂ. നമുക്ക് ഈ ലോകം തന്നെ വീണേടം വിഷ്ണു ലോകം എന്ന് പറയാറില്ലേ? ഈ ലോകം തന്നെ വൈകുണ്ഠം, ഇവിടെ തന്നെ പരമാനന്ദം. കാഴ്ചപ്പാടേ മാറുണ്ടോ? ലോകത്തെ മാറ്റാൻ പറ്റില്ല, മാറ്റം വേണ്ട. മാറ്റാൻ പറ്റുമോ? നമുക്ക് ചുറ്റുപാടിനെ മാറ്റാൻ പറ്റുമോ? മറ്റുള്ളവരെ മാറ്റാൻ പറ്റുമോ? ആരെയും മാറ്റാൻ നോക്കണ്ട. ആ ശ്രമം വെറുതെയാണ്. നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ ഭാവന, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റിയാലോ ഇതേ ലോകം ആനന്ദ കച്ചവടം, ആനന്ദ കമ്പോളം. നോക്കൂ, ആരാണ് നമ്മുടെ മാതാവ്? ആരാണ് നമ്മുടെ പിതാവ്? ഈ അച്ഛനമ്മയും ചത്തുപോകും. പിന്നെയോ വിശ്വനാഥൻ പിതാവ് നമുക്കെല്ലാം. ആ വിശ്വനാഥനാണ്. വിശ്വത്തിന്റെ മുഴുവൻ നാഥനല്ലേ എൻ്റെ നിങ്ങളുടെ നാഥൻ? ഈ പ്രപഞ്ചത്തിന് മുഴുവൻ നാഥനാണ് ഭഗവാൻ. അതിലെ വിഷ്ണു എന്ന് പറയാം, അല്ലെങ്കിൽ മഹാദേവൻ എന്ന് പറയാം. വിശ്വധാത്രി ചരാചരമാതാവും. ഈ വിശ്വത്തിന് മുഴുവൻ അമ്മ ആരാ? ചരാചരങ്ങൾക്ക് മുഴുവൻ അമ്മ ആരാ?
ഈ ഭൂമിദേവി. ഭഗവാന്റെ മൂലപ്രകൃതിയാണ് ഭൂമിദേവിയായിട്ടിരിക്കണമെന്ന് നേരത്തെ പറഞ്ഞില്ലേ. ഇങ്ങനെയുള്ള അച്ഛനും പുനരമ്മയും ഉണ്ടല്ലോ രക്ഷിക്കാൻ നമ്മളെ. നമ്മൾ രക്ഷിച്ചിടുവാൻ ഉള്ള നാളൊക്കെയും എത്ര നാൾ നമ്മൾ ജീവിച്ചിരിക്കോ അത്ര നാളും ചരാചര ജനനിയാകുന്ന ഈ ജഗദംബ നമ്മളെ കാത്തുരക്ഷിക്കും. ഈ ജഗത്തിന് മുഴുവൻ നാഥനായ സർവേശ്വരൻ നമുക്ക് അച്ഛനായിട്ടുണ്ട്. അപ്പോൾ ഈ ബാഹ്യ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോവാം അല്ലേ. അച്ഛനില്ലാത്ത കുട്ടികൾ, അമ്മയില്ലാത്ത കുട്ടികൾ, അത് പറയും നമ്മൾ അനാഥ കുട്ടികളെന്ന്. വാസ്തുവിൽ ആരാ അനാഥ കുട്ടികൾ? ഈശ്വരനെ നാഥനായി മനസ്സിലാക്കാത്തവർ, ഉൾക്കൊള്ളാത്തവരൊക്കെ അനാഥന്മാരാ. ശരിയോ? ശരിയോ? ഈ വിശ്വത്തിന് മുഴുവൻ ലോകത്തിനെ നാഥൻ ഭഗവാനാണെന്നിരിക്കെ ആ ഭഗവാനെ തൻ്റെ നാഥനായി ആര് മനസ്സിലാക്കി അംഗീകരിച്ചോ ആശ്രയിച്ചോ അവൻ നാഥനുള്ളവൻ, സനാഥൻ. അവൻ അച്ഛൻ ഉണ്ടാവണ്ട, അമ്മ ഉണ്ടാവണ്ട, ബന്ധുക്കൾ വേണ്ട, പണം വേണ്ട, ഒന്നും വേണ്ട. അവൻ ഭഗവാന്റെ രക്ഷയിലാണ്. നേരെ മറിച്ച് അച്ഛനുണ്ട്, അമ്മയുണ്ട്, പണമുണ്ട്, പ്രതാപമുണ്ട്, എല്ലാം ഉണ്ട്, ഭഗവാനെ ആശ്രയിച്ചിട്ടില്ല. പിന്നെ നശ്വരമായ വസ്തുക്കളെയും ആളുകളെയൊക്കെ ആശ്രയിക്കണമെങ്കിലോ അവരൊക്കെ അനാഥര്. നമ്മുടെ കോൺസെപ്റ്റ് അല്ല ശരി കേട്ടോ. അപ്പോൾ അച്ഛനില്ല എന്ന് പറഞ്ഞ കുട്ടികൾ സങ്കടപ്പെടേണ്ട. ഇങ്ങനെയൊക്കെ നമ്മൾ കുട്ടികൾക്കും പറഞ്ഞു വിട്ടാൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്തൊരു സന്തോഷം ഉണ്ടാവില്ലേ. എന്തിനാ കുഞ്ഞെ അമ്മയില്ല എന്നോട് സങ്കടപ്പെടണേ? എന്തിനാ കുഞ്ഞെ അച്ഛനില്ല എന്നോട് സങ്കടപ്പെടണേ? ഭഗവാനില്ലേ നമുക്ക് അച്ഛൻ. ദാ ജഗൻ മാതാവല്ലേ ഈ ഭൂദേവി. നമുക്ക് വേണ്ടതൊക്കെ തരണില്ലേ ഈ അമ്മ. പാർവതി പരമേശ്വരന്മാരെയും ഇങ്ങനെ പറയുവേ. മഹാവിഷ്ണുവിനെയും ഭൂമിദേവിയും അച്ഛനമ്മയായിട്ട് നമുക്ക് അങ്ങനെ കാണാം. മാതാജ പാർവതീദേവി, പിതാ ദേവോ മഹേശ്വര, ബാന്ധവാ ശിവഭക്താശ്ച സ്വദേശോ ഭുവനത്രയം. മാതാജ പാർവതീദേവി, അമ്മ പാർവതീദേവി. അച്ഛനോ മഹാദേവൻ, സാക്ഷാൽ പരമശിവൻ. ബന്ധുക്കളാരാ? ഭഗവത് ഭക്തന്മാര്, ശിവഭക്തന്മാര്. നമ്മുടെ വീടേതാ? ഈ ലോകം മുഴുവൻ വീട്. ഈ ഒരു നിലയിലേക്ക് ഉയരണം നമ്മളെന്ന്, മനസ്സിന് വികാസമുണ്ടാകണമെന്ന്. ഇതാണ് ഭക്തിയുടെ ലക്ഷ്യം. ഇതാണ് എല്ലാ ആധ്യാത്മിക സാധനകളുടെയും എല്ലാ മത ആചാരാനുഷ്ഠാനങ്ങളുടെയും ലക്ഷ്യം. ഈ സങ്കുചിതമായ ഒരു വ്യക്തി ശരീരത്തിൽ നിന്ന് വളർന്ന് വളർന്ന് വികസിച്ച് സർവചരാചരങ്ങളിലും ആ മഹാപ്രഭുവിനെ തിരിച്ചറിഞ്ഞ് ഈ ലോകം മുഴുവനും ആ ഭഗവാന്റെ രക്ഷയും കീഴിക്കണു. ഞാനടക്കമുള്ള ലോകം മുഴുവൻ ആ ഭഗവാനെ അച്ഛനായും ആ ഭഗവതിയെ അമ്മയായും കണ്ട് ഈ ലോകത്തിലുള്ള ആ ഭക്തന്മാരൊക്കെ ബന്ധുമിത്രങ്ങളായി കണ്ട് ഈ ലോകം മുഴുവൻ വീടായി കണ്ട് ആനന്ദമായി സഞ്ചരിക്കാം. അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് ഊണ് തരാവോ ഭഗവാനെ എന്ന് വെച്ചാലോ? ഓ ഭിക്ഷാന്നം നല്ലൊരു അന്നവുമുണ്ടല്ലോ. ഇങ്ങനെ നിങ്ങൾ ആ ഭാവന വന്ന ആൾക്കാർ വിളിച്ചുകൊണ്ടുപോയി ഭിക്ഷയ്ക്ക്. മനസ്സിലായോ? അത്ര ആൾക്കാരെ ഭിക്ഷ തരാൻ തയ്യാറായിരിക്കണത്. ശരിയോ? അത്രയൊന്നും ഈ പറയണ പോലെയുള്ള ഭക്തിയൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഭിക്ഷയ്ക്ക് പോകാൻ പറ്റാത്ത കുഴപ്പമാണ്. മനസ്സിലായില്ലേ? 3 നേരം ആൾക്കാർ ഭിക്ഷ തരാൻ തയ്യാറുണ്ട്, ദക്ഷിണ തരാൻ തയ്യാറുണ്ട്. ഭക്ഷണം മാത്രമല്ല, ദക്ഷിണയും തരാൻ തയ്യാറുണ്ട്, വസ്ത്രം തരാൻ തയ്യാറുണ്ട്, എല്ലാം തരാൻ തയ്യാറുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ആ ഈശ്വരഭക്തി വന്നാൽ എന്താ ഈ ലോകത്തിൽ കിട്ടാത്തത് പറയൂ. അതുകൊണ്ട് അല്പം പോലും പേടിക്കണ്ട കേട്ടോ. ഭിക്ഷാന്നം അതാണ് യാതൊരു ദോഷവും ഇല്ല എന്നർത്ഥം. മറ്റതിലൊക്കെ എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ ഉണ്ടാവാം അല്ലേ? മറ്റുള്ളവരെ പറ്റിച്ചു എന്നോ തട്ടിച്ചു എന്നോ പലതരത്തിലുള്ളതായ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാം എന്നർത്ഥം. ആഹാര സമ്പാദനത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവർക്ക് പലപ്പോഴും പാപങ്ങളൊക്കെ ചെയ്യേണ്ടി വരാം. എന്നാൽ ഭിക്ഷാനത്തിൽ പാപേ ഇല്ല എന്നർത്ഥം. അത് കഴിക്കുക മാത്രമേ, ഭക്ഷിച്ചിടുക തന്നെ പണിയുള്ളൂ നമുക്ക്. അത് ഭഗവാനെ വിചാരിച്ചുകൊണ്ട് ആയിരിക്കുക, ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് അങ്ങനെ സഞ്ചരിക്കുക എന്നർത്ഥം. അപ്പോൾ ഭാരതത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു സങ്കല്പമാണ് വസുധൈവ കുടുംബകം. അതാണ് ഇവിടെ പറയണത് കേട്ടോ. അതാണ് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. ലോകം മുഴുവനും ഒന്നായി കാണുന്ന സംസ്കാരം ഭാരതീയൻ്റേതാകുന്നു, ഹൈന്ദവ സംസ്കാരമാകുന്നു എന്നർത്ഥം. മറ്റുള്ളവരടുത്തൊക്കെ ഈ ഭാവം ഇല്ല. ഉണ്ടോ? മറ്റൊരു മതചിന്തയിലും ഇല്ല എന്നർത്ഥം. നമ്മുടെ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ഭക്തി, ജ്ഞാനം, യോഗം എന്നൊക്കെ നമ്മൾ പേര് പറയാൻ പലതും. എന്താണ് അതിൻ്റെ ലക്ഷ്യം? ലോകം മുഴുവനും ഒരു കുടുംബം. വിശ്വം ഭവത്യേകനീടേന്ന് വേദം. അവർക്ക് ഈ വിശ്വം ഒരു കൂടായി, ഒരു വീടായി മാറുന്നു. കക്ഷികൾക്ക് താമസിക്കാനുള്ള വീട് അതിൻ്റെ കൂടെ. ഇതുപോലെ നമ്മളാവുന്ന ജീവാത്മാക്കളാവുന്ന പക്ഷികൾക്കൊക്കെ ഒരുമിച്ച് താമസിക്കാനുള്ള ഒരു കൂടാണ് കൂടായ വീടാണ് ഈ വിശ്വം. വിശ്വം ഭവതി ഏകനീടേ. നോക്കണം, അതാണ് ലോകമേ തറവാട്, വസുധായവ കുടുംബകം. അതൊക്കെയായിട്ട് ഈ സങ്കല്പമാണ് ഇവിടെ പൂന്താനം പറയണത്. എവിടെ തെറ്റിച്ചു നമ്മളെ? അദ്ദേഹത്തിന് സംസ്കൃതം അറിയാത്ത, ഇതൊക്കെ ഒന്നും അറിയില്ലാത്രേ. അദ്ദേഹത്തിനാണ് എല്ലാം അറിയാം അല്ലേ?
എല്ലാ ശാസ്ത്രങ്ങളുടെയും സർവ്വസാരമാണ് അദ്ദേഹം പറയുന്നത് നമ്മളോട് നോക്കാം. എഴുത്തച്ഛൻ രാമായണത്തിൽ നമുക്ക് അധ്യാത്മ രാമായണത്തിൽ പറഞ്ഞു തരും ഒരു സന്ദർഭം. ഭഗവാനാണ് നമ്മുടെ അച്ഛനും അമ്മയെന്ന് ഇവിടെ പറഞ്ഞുല്ലോ, അത് എല്ലായിടത്തും പറയേണ്ടതെന്ന് പറയാനാണ്. ഭഗവാന്റെ പട്ടാഭിഷേകം നാളെ നടക്കാൻ പോകണമെന്നൊക്കെ മഹാരാജാവ് തീരുമാനിക്കുമ്പോൾ പട്ടാഭിഷേകത്തിൻ്റെ തലേദിവസം, നിശ്ചയിച്ചതിൻ്റെ തലേദിവസം, കാട്ടിൽ പോണേ തലേദിവസം നാരദ മഹർഷി വന്ന് ശ്രീരാമനെ വന്ന് നമസ്കരിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നാരദ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് പറയാം, ഞങ്ങളൊക്കെ സംസാരികളാണേ, ഞങ്ങളെപ്പോലുള്ള സംസാരികളെ അനുഗ്രഹിക്കണേ എന്ന്. അപ്പോൾ പറയാ, ശരിയാ, നിന്നേക്കാളും വലിയൊരു സംസാരി ലോകത്തിൽ ആരും ഉണ്ടാവില്ല. എന്താ കാരണം? സർവ ജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ മായാ ഭഗവതി സർവജഗൽപിതാവാകിയ നിന്നുടെ ദിവ്യഗൃഹിണിയാകുന്നതു നിർണയം. നീ ആരാ? സർവജഗൽപിതാവാ നീ, സർവജഗത്തിനും പിതാവ് നീ. അങ്ങനെയുള്ള നിന്നുടെ ദിവ്യഗൃഹിണിയാകുന്നതു നിർണയം. അങ്ങനെയുള്ള നീ ഗൃഹസ്ഥൻ, നിന്റെ ഗൃഹിണി പത്നി ആരാ? സർവമാതാവായ മായാ ഭഗവതി, മായാഭഗവതി സർവജഗത്തിനും കാരണഭൂതയായി. ആ അമ്മയല്ലേ ഈ ലോകത്തിനെ മുഴുവൻ പ്രസവിക്കണത്, ആ അമ്മയെന്നല്ലേ എല്ലാം ഉണ്ടാവണത്. അങ്ങനെയുള്ള ആ അമ്മ ഈ ദിവ്യ ഗൃഹിണിയാകുന്നതു നിർണയം. സാധാരണ ഗൃഹിണിയല്ല, ഗൃഹസ്ഥയല്ല, പിന്നെയോ ദിവ്യ ഗൃഹിണി. ഈ 7 ലോകവും നിന്റെ ഗൃഹം അപ്പോൾ. അപ്പൊ ഈ 14 ലോകം നിന്റെ വീടല്ലേ? ഈ 7 ലോകവും നിന്റെ ഗൃഹം അപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും. ഞാനൊരു ഗൃഹസ്ഥനാണെന്ന് നാരദനോട് പറഞ്ഞു. ശരിയത്, 14 ലോകം നിന്റെ വീടാവുമ്പോഴേ നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും. അച്ഛനിന്ന് മക്കളുണ്ടാവണ പോലെ നിന്നിൽ നിന്നാണ്, നിന്റെ മായാശക്തിയിൽ നിന്നായി പ്രജകളൊക്കെ ഉണ്ടാവുന്നത്. അർണോജ സംഭവൻ ആദി തൃണാന്തമായി ഒന്നൊഴിയാതെ ചരാചര ജന്തുക്കൾ ഒക്കവേ നിന്നപത്യം. അർണോജ സംഭവൻ, അർണം വെള്ളത്തിന് ജനിച്ച് താമര, താമര സംഭവൻ, പത്മസംഭവൻ, ബ്രഹ്മാവ്, സൃഷ്ടാവായ ബ്രഹ്മാവ് മുതൽ ബ്രഹ്മാവ് സൃഷ്ടിച്ച ഒരു തൃണം, ഒരു പുൽക്കൊടി വരെയുള്ളതായ എല്ലാം ഒന്നൊഴിയാത്ത ചരാചര ജന്തുക്കൾ മുഴുവനും ഒക്കവേ നിന്നപത്യം, ഒക്കെ നിന്റെ മക്കളാ. ഇതൊക്കെ രാമായണത്തിൽ കർക്കടത്തിൽ വായിക്കണതാ. ഇതൊക്കെ മനസ്സിലാക്കിയാൽ നമ്മളൊക്കെ ആ ഭഗവാന്റെ മക്കളാന്നാ പറഞ്ഞേ. പേടിക്കണോ? അച്ഛൻ മക്കളെ കൈവടിയോ? അമ്മ കൈവടിയോ? നോക്കൂ, ഒക്കവേ നിന്നപത്യം. ഈ ചരാചര ജീവികൾ മുഴുവനും ഓ പ്രഭോ നിന്റെ മക്കളാണ്. പുനരാകയാൽ ഒക്കും പറഞ്ഞതു സംസാരി എന്നതും. അപ്പൊ ഇത്രയൊക്കെ മക്കളും പേരക്കിടാങ്ങളുള്ള നീയല്ലേ ഏറ്റവും വലിയ ഗൃഹസ്ഥൻ, ഏറ്റവും വലിയ സംസാരി. ഇക്കണ്ട ലോകജന്തുക്കൾക്ക് സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ. ഇവിടെ എന്താ പറഞ്ഞത്? വിശ്വനാഥൻ പിതാവ്, നമുക്കെല്ലാം വിശ്വധാത്രി ചരാചര മാതാവും. അച്ഛനും പുനരമ്മയും ഉണ്ടല്ലോ നമുക്ക് രക്ഷിച്ചിടുവാനുള്ള നാള്. നാം ജീവിക്കുന്ന നാൾ മുഴുവൻ രക്ഷിക്കാൻ ഇവിടെ ആളുണ്ടല്ലോ. പിന്നെ എന്തിനു നമ്മൾ ടെൻഷൻ, വറി? നോക്കണേ, നമ്മുടെ ചിന്ത ഇങ്ങനെ ഒന്ന് കൺവെർട്ട് ചെയ്താൽ നമ്മുടെ ടെൻഷനും വറിയും എല്ലാ പരിഭ്രമം പോവില്ലേ. ആരെന്നെ നോക്കും, ആരെന്റെ കുട്ടികളെ നോക്കും, ആരവരെ നോക്കും, ആരിവരെ നോക്കും. അയ്യോ, ആലോചിച്ച് നോക്കൂ, ഈ നമ്മളെ നോക്കണ ആളാരാ? ഈ ജഗത്തിനെ നോക്കണ ആളാണ് ഈ ഭഗവാനും ഭഗവതിയും അല്ലേ? ഇതൊന്നും നിങ്ങൾ ഭാവന ചെയ്യാമോ? ഇതൊന്നും ഇങ്ങനെ ചിന്തിക്കാമോ? നമ്മുടെ എല്ലാ പരിഭ്രമവും ഭയവും ടെൻഷനും വെറിയും ഉത്കണ്ഠയുമ്പോൾ ഉണ്ടാവും നാളെ ഞാൻ ചത്താ പിള്ളേർക്ക് ആരാളേ? 100,000 വിചാരങ്ങളെ കൊണ്ട് മര്യാദയ്ക്ക് മരിക്കാൻ പോലും പറ്റണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവളുടെ പഠിപ്പ് കഴിഞ്ഞിട്ടില്ല, അവൾക്കൊരു ജോലി ആയിട്ടില്ല, മറ്റോൾക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല, മറ്റോനൊരു സെറ്റിലായിട്ടില്ല, ആകപ്പാടെ നെഞ്ചിടിയാണ്. എന്തിനാ ഇതിൻ്റെയൊക്കെ ആവശ്യം? എല്ലാവരെയും നോക്കാൻ അല്ലേ പറയണു. രക്ഷിച്ചിടുവാൻ ഉള്ള നാളൊക്കെയും നാളെ എത്ര കാലം ജീവിക്കോ അത്രയും കാലം നമ്മെ നോക്കാൻ ഇവിടെ ആളുണ്ട്. ഇക്കണ്ട ലോകജന്തുക്കൾക്ക് സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ. ഓ ഭഗവാനെ, അവിടെ നിന്നാണ് എല്ലാവരുടെയും പിതാവ്. ഇങ്ങനെ ഭഗവാനെ സ്തുതിക്കുന്നു. മനസ്സിലായില്ലേ? ഭഗവാനാണ് നമ്മുടെ അച്ഛൻ, ഭഗവതിയാണ് നമ്മുടെ അമ്മ. ഈ അച്ഛനും അമ്മയും നമ്മളെ ഒരിക്കലും കൈവിടിയില്ല. ഈ ബാഹ്യ അച്ഛനും അമ്മയൊക്കെ ചിലപ്പോൾ നമ്മൾ തള്ളി പറഞ്ഞു എന്ന് വരാം അല്ലേ, നമ്മളെ കൈവടിഞ്ഞു എന്ന് വരാം. പക്ഷേ ജഗദംബികയും ജഗദീശ്വരൻ കൈവടിയോ? ഇല്ല. അവിടത്തെയാണ് സർവാത്മന നമ്മളതുകൊണ്ട് ആശ്രയിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം?
നമ്മൾ ഒന്നേ വേണ്ടൂ. ആ സത്യസ്വരൂപനെ നമ്മൾ ഉപേക്ഷിച്ചാലും നമ്മളെ ഉപേക്ഷിക്കാത്ത ആളാ ഭഗവാൻ. നോക്കണം, മുടിയനായ പുത്രന്റെ മാതിരി. നമ്മൾ വേണമെങ്കിൽ പറയും ഭഗവാൻ ഇല്ല, ഭഗവാൻ എനിക്ക് എന്ത് ചെയ്തു, എനിക്ക് ഭഗവാനും വേണ്ട, അമ്പലം വേണ്ട, പൂജയും വേണ്ട, നാമം വേണ്ട, ഭാഗവതം വേണ്ട, നാരായണീയം വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ നമ്മൾ ഒരിക്കൽ ഉപേക്ഷിച്ചേക്കാം. പക്ഷേ ഭഗവാൻ നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഭഗവാന് അവിമുക്തേശ്വരൻ എന്നൊരു പേരുണ്ട്. ശിവന് അവിമുക്തേശ്വരൻ എന്ന ഒരു പേര്, കാശിക്ക് അവിമുക്ത ക്ഷേത്രം എന്നും പേരുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ, പ്രളയകാലത്ത് പോലും മഹാദേവൻ കാശിയെ വിട്ടു പോവില്ല, അങ്ങനെയാണ് അതിൻ്റെ ഒരു ഐതിഹ്യം. അവിമുക്തൻ ചാലോ ഒരിക്കലും ഉപേക്ഷിക്കാത്തത്, വേർപെടാത്തത് എന്നർത്ഥം. ഈശ്വരൻ നമ്മെ ഉപേക്ഷിച്ചാൽ കഴിഞ്ഞു നമ്മുടെ കഥ, നമ്മളില്ല. സ്വർണത്തിൽ ആഭരണമുണ്ട്, ആഭരണത്തിൽ സ്വർണമുണ്ട്. ഈ ആഭരണത്തിലെ സ്വർണം അതിൽ നിന്ന് വേറിട്ടിട്ടാണോ? അല്ല, വിമുക്തമല്ല, അവിമുക്തമാ. ആഭരണത്തിൽ നിന്ന് സ്വർണം വേർപെട്ടാൽ പിന്നെ ആഭരണത്തിന്റെ കഥ കഴിഞ്ഞു. ശരിയോ? ആഭരണത്തിൽ സ്വർണം എന്നോണം, വസ്ത്രത്തിൽ നൂല് അവിമുക്തമാ, ഒരിക്കലും വേർപെടുത്താൻ കഴിയാതിരിക്കുന്നു, അല്ലേ? ഇറ്റ് നെവർ ലീവ്സ്. ഇതുമാതിരി ഗോഡ് നെവർ ലീവ്സ് അസ്. ഭഗവാൻ നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. നമ്മൾ ഭഗവാനെ ഉപേക്ഷിച്ചേക്കാം, വിവരക്കേട് കൊണ്ട്, അജ്ഞത കൊണ്ട്, മൂഢത കൊണ്ട്. അപ്പോൾ വസ്ത്രത്തിൽ നൂല് അവിമുക്തമായിരിക്കുന്ന പോലെ, വേർപെടുത്താൻ കഴിയാതിരിക്കുന്ന പോലെ, ആഭരണത്തിൽ സ്വർണം അവിമുക്തമായി വേർപെടുത്താൻ പറ്റാതെ ഇരിക്കുന്ന പോലെയാണ് നമ്മളിൽ ഓരോരുത്തരിലും ഭഗവാൻ വേർപെടുത്താൻ കഴിയാതെ അവിമുക്തനായിരിക്കുക. അപ്പൊ ഇവിടെ നാം ഭഗവാനെ ഉപേക്ഷിച്ചാലും ഭഗവാൻ ഉപേക്ഷിക്കില്ല. ഭഗവാൻ നാം ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആ ഭഗവാനും ജഗന്യായ മാതാവും നമ്മളെയൊക്കെ ആ വാത്സല്യപൂർവ്വം കടാക്ഷിച്ചുകൊണ്ടും സംരക്ഷിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു അഷുറൻസ് നമുക്ക് കിട്ടിയാൽ നമ്മുടെ കടമ ആകപ്പാടെ എന്താ? ഒന്നേ നമുക്ക് ചെയ്യാനുള്ളൂ. ആ ജഗൽപിതാവിനെയും ആ ജഗൽ ജനനിയെ നിരന്തരം സ്മരിച്ചുകൊണ്ട്, അവിടുത്തെ സ്മരണയില്, അവിടുത്തെ ആ മടിയിൽ തലവെച്ചുകൊണ്ട്, ഞാൻ സുരക്ഷിതനാ, അവിടുത്തെ മടിയിലായിരിക്കണത്, അങ്ങനെ അവിടത്തെ സ്മരിച്ചുകൊണ്ട്, അവിടുത്തെ കൈങ്കര്യം ചെയ്തുകൊണ്ട് എന്ന ഭാവത്തിൽ ഈ ലോകത്തിൽ അങ്ങനെ ജീവിച്ചാൽ പോരെ? അതുകൊണ്ട് പറയണു, ശക്തി കൂടാതെ നാമങ്ങളെപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം നമ്മുടെ, സിദ്ധകാലം കഴിവോളമീ വണ്ണം ശ്രദ്ധയോടെ വസിക്കേണമേവരും. ഭഗവാൻ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാണ്ടപ്പോൾ നമ്മളെന്തിന് വേറെ അതിൽ ആസക്തി വെക്കണേന്ന്? അതുകൊണ്ടോ ഈ ലോകത്തിലുള്ള ഒന്നിനും വേണ്ടി കൊതിക്കാതെ മോഹിക്കാതെ അതിൽ ആസക്തി കൂടാതെ ആ ഭഗവാന്റെ തിരുനാമങ്ങള് ഭക്തി പോലെ അങ്ങനെ ജപിച്ചുകൊണ്ട് സിദ്ധകാലം, എത്ര കാലം നമ്മൾ ജീവിച്ചിരിക്കണ്ടോ അത്രയും കാലം ശ്രദ്ധയോടെ വസിച്ചോളൂ. ഇത്രയും നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അവനവന് വിധിച്ച ആയുഷ്കാലം കഴിയോളം ഇപ്രകാരം ശ്രദ്ധയോടുകൂടി ഭഗവാനെ ഉപാസിച്ചുകൊണ്ട്, ഭക്തി ചെയ്തുകൊണ്ട്, തിരുനാമം ജപിച്ചുകൊണ്ട്, അവിടുത്തെ കൈങ്കര്യം ചെയ്യുന്നു എന്ന് വിചാരിച്ച് നമ്മുടെ കടമകൾ നിർവഹിച്ചുകൊണ്ട് ഒന്നിലും ആസക്തിയില്ലാതെ മനസ്സിനെ ഭഗവാനിൽ ആസക്തമാക്കിക്കൊണ്ട് ജീവിക്കും. ഇതാണ് നമ്മൾ ചെയ്യേണ്ടു. ആ ഭഗവാനെ ഇങ്ങനെ നമ്മൾ ഭജിച്ചുകൊണ്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത്? ആ ഭഗവാൻ സർവചരാചരങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കണു അന്തര്യാമിയായിട്ട്. സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും, വീണ്ടും രാമായണത്തിലേക്ക് വന്നാൽ ശബരിയോടുള്ള ഉപദേശത്തിൽ സർവഭൂതങ്ങളിലും ഞാനാണ് ഇരിക്കണമെന്ന് നിനക്ക് ഓർമ്മ വരണേ. ഭഗവാൻ എല്ലാവരുടെ ഉള്ളിലുണ്ട്. സർവഭൂതേഷു യപ്പശ്യേൽ ഭഗവത് ഭാവം ആത്മനഃ, എന്നിലും നിങ്ങളിലും ആത്മാവായി വിളങ്ങുന്നത് ആ സർവേശ്വരൻ, ആ സച്ചിദാനന്ദമൂർത്തി, ആ എൻ്റെ ഭഗവാൻ എന്ന് കാണുന്നവൻ ഉത്തമ ഭക്തൻ. സർവഭൂതേഷു യപ്പശ്യേൽ ഭഗവത് ഭാവം. ഇതിവിടെ പറയണു, സർവഭൂതങ്ങളിലും മന്മതി ഉണ്ടാകുകയും സർവഭൂതാത്മാ ഞാനെന്ന് എപ്പോഴും ഉറക്കുകയും ചെയ്യുകയാണെന്നാണ്. എല്ലാവരിലും ആത്മചൈതന്യമായി വാഴുന്നത് എൻ്റെ ഭഗവാൻ, എന്നിലെ ആത്മ തന്നെ ഭഗവാൻ അവരിലുമുള്ളത്. അങ്ങനെയാണ് ഇവിടെ ഈ കാണുന്ന വൈവിധ്യത്തിലും നാനാത്വത്തിലൊക്കെ ഭഗവത് സാന്നിധ്യം നമുക്ക് കാണാനാവും. അങ്ങനെ ആ ഭഗവാനെ കണ്ടുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കണം എന്നാണ്. മനസാ ഏതാനി ഭൂതാനി പ്രണമേത്, ബഹുമാനയൻ, മനസ്സുകൊണ്ട് സർവചരാചരങ്ങളെയും വണങ്ങൂ, നമസ്കരിക്കൂ, ബഹുമാനിക്കൂ എന്ന് കപില ഭഗവാൻ കപിലോപദേശത്തില് ഭാഗവത്തിലേക്ക് വന്നാൽ, മനസ്സാ ഏതാനി ഭൂതാനി പ്രണമേൽ ബഹുമാനേൻ, എല്ലാ ചരാചരങ്ങളെയും മനസ്സുകൊണ്ട് തൊഴുത് നമസ്കരിക്കുക. എന്താ കാരണം? ഈശ്വരോ ജീവകലയാ പ്രവിഷ്ട ഭഗവാനിതി. ആ ഭഗവാനാണ്, നാം ഭജിക്കുന്ന സർവേശ്വരനാണ് സർവചരാചരങ്ങളുള്ളിലും അന്തര്യാമിയായി കടന്നിരിക്കുന്നത്. അവൻ അവരിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ജീവനോടെ ഇരിക്കുന്നത്, നിങ്ങൾ ജീവനോടെ ഇരിക്കുന്നത്, നമ്മുടെ ജീവിതം സാധ്യമാകണത് എന്ന് കണ്ടുകൊണ്ട് ഹരിയോം നാരായണ നമഃ ശിവായ ഇങ്ങനെ പരസ്പരം അവരെ കാണുമ്പോൾ
നമസ്കരിക്കണം, തൊഴണം, കൂപ്പണം. ഇത് ഒരു സാധനയുമാണേ. നമുക്കിത് എല്ലാത്തിലുമുള്ള എല്ലാം ഈശ്വരനാണെന്നുള്ള ഭാവം സ്വായത്തമായി തീരാൻ, അത് സഹജമായി തീരാനുള്ള ഒരു അനുഷ്ഠാനവുമാണ് തുടക്കത്തില്. ആ ഭാവം വന്നിട്ടില്ലെങ്കിൽ അത് കാണാൻ പറ്റിയാലോ പിന്നെ സഹജമായി തീർന്നു. ആദ്യം നമുക്ക് ലജ്ജ ഉണ്ടാവും ദേഹാഭിമാനം കൊണ്ട്. അപ്പോൾ ലജ്ജ പോവാൻ ഇങ്ങനെ തന്നെ വഴിയുള്ളൂ. നത്തം വീണ് നമസ്കരിക്കുക. ഉദ്ധവരുടെ അവസാന ഉപദേശം കൊടുത്ത് അവസാനിക്കുമ്പോൾ ഭഗവാൻ പറയുക, ഉദ്ധവരെ, ഈ ദേഹാഭിമാനാട ഈ സംസാരത്തിന്റെ മുഴുവൻ കാരണം. അത് പോകാൻ എന്താ വഴി? പ്രണമേൽ ദണ്ഡവത് ഭൂമൗ ആശ്വ ചാണ്ടാള ഗോഖരം. പശുവിനെ കണ്ടാലും കഴുതെ കണ്ടാലും ചണ്ടാളനെ കണ്ടാലും ആരെ കണ്ടാലും അവരുടെ ശരീരത്തിന്റെ ഉച്ചനീചത്വം നോക്കാതെ പോയി വീഴട കാൽക്കൽ ഞാനാണ് അവരുടെ ഉള്ളിൽ നിന്ന് വിചാരിച്ചുകൊണ്ട് എന്നെ കണ്ടുകൊണ്ടെന്ന്. നായെ കണ്ടാലും നായാടിയെ കണ്ടാലും പശുവിനെ കണ്ടാലും ആനയെ കണ്ടാലും എന്ന് വേണ്ട, അശ്വത്തെ കണ്ടാലും കുതിരയെ കണ്ടാലും ആരെ കണ്ടാലും പ്രണമേൽ ദണ്ഡവവും വീണ് ദണ്ഡം വടി പോലെ വീണ് നമസ്കരിക്കടാന്നാണ്. ആൾക്കാർ പലതും പറയില്ലേ ഭഗവാൻ ഇവരും ഭ്രാന്താന്ന്. ആൾക്കാർ പറയണത് ആൾക്കാർ പോയി പാടു നോക്കാൻ പറയടാന്ന്. ആൾക്കാർ പറയണതൊന്നും നീ കണക്കാക്കേണ്ട ആവശ്യമില്ല. നിന്റെ ദേഹാഭിമാനം പോകാൻ ഇതേ വഴിയുള്ളൂ എന്നാ പറഞ്ഞു. നോക്കണം, കപില ഭഗവാൻ കുറച്ചുകൂടി മയപ്പെടുത്തി പറഞ്ഞു. കണ്ടവരൊക്കെ പോയി കാല് വടി പോലെ വീണെന്ന് പറഞ്ഞില്ല. മനസ്സുകൊണ്ട് എല്ലാവരെയും, നായെ കണ്ടാലും നായാടിയെ കണ്ടാലും വേദം പഠിച്ച ബ്രാഹ്മണനെ കണ്ടാലും അല്ല വേറൊരുത്തനെ കണ്ടാലും എല്ലാവരും ഹരി ഓം ഭഗവാനെ, ഓ ലോഡ് ഹരി ഓം, ഓ ഭഗവാനേന്ന്. അതാണ് ഈ ഹരി ഓം എന്നർത്ഥം. എന്നിട്ട് വെറുതെ ഫാഷനായിട്ട് പറയാനല്ലത്. ഗുരുദേവൻ ചിന്മയാനന്ദ സ്വാമി നമുക്കൊരു സാധന തന്നൊക്കെ ഒരു മന്ത്രോപദേശം തന്നക്കുക. ഹരി ഓം നാമജപ, എല്ലാവരിലുമുള്ള ഹരിയെ ഓർമ്മിക്കാനുള്ള അവസരം. എല്ലാം കണ്ടോ? ഇതൊക്കെ പഠിക്കുമ്പോഴല്ലേ ഇത് മനസ്സിലാവണേ. അതുകൊണ്ട് കാണാകുന്ന ചരാചര ജീവിയെ നാണം കൈവിട്ടു കൂപ്പി സ്തുതിക്കണം. ഹരിഷാശ്രു പരിപ്ലുതനായിട്ടു പരുഷാദികളൊക്കെ സഹിച്ചുടൻ സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണു നമിക്കണം. ഭക്തി തന്നിൽ മുഴുകി ചമഞ്ഞുടൻ മത്തനെ പോലെ നൃത്തം കുതിക്കണം. പാരിലിങ്ങനെ സഞ്ചരിച്ചിടുമ്പോൾ പ്രാരബ്ധങ്ങളാശേഷമൊഴിഞ്ഞിടും. വിധിച്ചിടുന്ന കർമ്മമൊടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹമൊരിടത്ത്. കാണാകുന്ന ചരാചരങ്ങളിൽ മുഴുവനും ചരാചര ജനനിയെ, ദേവീഭക്തൻ ചരാചര ജനനിയെ കാണുന്നു, ഭഗവത് ഭക്തനോ ചരാചര പിതാവിനെ കാണുന്നു. അങ്ങനെ കണ്ടുകൊണ്ട് നാണം കൈവിട്ട് കൂപ്പി സ്തുതിക്കണം. നാണം വിടണം, നാണം പാടില്ല. നാണം പോവാനും ഇതന്നെ വഴി. തൊഴുക വീഴുക. ഹരിഷാശ്രു പരിപ്ലുതനായിട്ട് ആ ഭഗവത് നാമം ജപിച്ചുകൊണ്ട്, ആ ഭഗവത് സ്മരണ കൊണ്ട്, ആ ഈശ്വരാനുഭൂതിയിൽ മുഴുകിക്കൊണ്ട്, പരമാനന്ദത്തിൽ മുഴുകിക്കൊണ്ട്, ആനന്ദ പ്രവാഹത്തിൽ ആറാടിക്കൊണ്ട് മറ്റുള്ള ആൾക്കാർ എന്ത് പറഞ്ഞാലും, മറ്റുള്ള ആൾക്കാർ നമ്മളെ അവമാനിച്ചു എന്ന് വരാം, അല്ലേ, പരുഷവചനങ്ങൾ പറഞ്ഞു എന്ന് വരാം, നിന്ദിച്ചു എന്ന് വരാം, ദ്രോഹിച്ചു എന്ന് വരാം, അവരോടൊന്നും അതിന് പ്രതികാരം ചെയ്യാൻ പോകാതെ അവരെയൊക്കെ ഈശ്വരസ്വരൂപികളായി കണ്ടുകൊണ്ട് ആ ഭക്തിയുടെ ആനന്ദ പ്രവാഹത്തിൽ അങ്ങനെ മുഴുകിക്കൊണ്ട് എല്ലാ ക്ലേശങ്ങളെയും സഹിക്കാനുള്ള ആന്തരിക ശക്തിയോടുകൂടി അങ്ങനെ സഞ്ചരിക്കൂ. വിശേഷിച്ചും സജ്ജനങ്ങളെ കാണുന്ന നേരത്ത്, സ്വന്തം മഹാത്മാക്കളെ, ഈശ്വര ഭക്തന്മാരെ, ഈശ്വര സാക്ഷാത്കാരം നേടിയ മഹാത്മാക്കളെ കാണുന്ന സമയത്ത് യാതൊരു മടിയും കൂടാതെ വേഗം പോയി അവരുടെ കാലിൽ വീഴൂ. ഭക്തി തന്നിൽ മുഴുകി ചമഞ്ഞുടൻ മത്തനെ പോലെ നൃത്തം കുതിക്കണം എന്നാം. ഭക്തി സുധയിൽ അങ്ങനെ മുഴുകിയിട്ട് ആനന്ദ ലഹരിയിൽ ആറാടിക്കൊണ്ട്, മറ്റേത് ലഹരിയാ കുടിക്കുമ്പോഴതേ അതിൽ ആറാടി ആൾക്കാർ മത്തം പിടിച്ചിങ്ങനെ നടക്കണുണ്ടല്ലേ. ഇവിടുത്തെ ആനന്ദ ലഹരി അത് വേറെ ഒന്നാണ് നൃത്തം. ആ ഭക്തിയുടെ ആനന്ദ ലഹരിയിൽ അങ്ങനെ മുഴുകി മത്തനായിട്ട് അങ്ങനെ നൃത്തം ചെയ്യണം. ലോഭം, മോഹം, കാമം, ക്രോധം, വിദ്വേഷം ഇതൊക്കെ മനസ്സിന്ന് ആ ഭഗവത് ഭക്തി വന്നാൽ ഇല്ലാണ്ടായിത്തീരും. അതോടെ ആ മനസ്സ് ഭഗവാൻ അങ്ങോട്ട് ചേർന്ന് ഈശ്വര സ്വരൂപമായി, ഈശ്വര സ്വരൂപം സാക്ഷാത്കരിച്ചു, ഈശ്വര സ്വരൂപനായി തീർന്നു. അതാണ് മോഹം തീർന്നു മനസ്സൂലയിക്കുമ്പോൾ സ്വഹമെന്നിട കൂടുന്നു ജീവനും. എന്താവും ഇങ്ങനെ? മോഹം തീർന്ന്, മോഹം എന്താ? അജ്ഞാനം, ഞാൻ ശരീരമാണെന്നുള്ള വിചാരം, ഞാൻ ജനിച്ചു വരിക്കുന്ന ജീവനാണെന്ന വിചാരം. ഇങ്ങനെ ഭഗവത് ഭക്തി സുധയിൽ അങ്ങനെ ആറാടി ആനന്ദമത്തനായി അങ്ങനെ നൃത്തം ചെയ്തുകൊണ്ട് അങ്ങനെ കഴിയുമ്പോൾ, ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനം അങ്ങനെ പോയി, ശരീരഭാവന വിട്ടുപോയി, മനസ്സ് സത്യസ്വരൂപനാവുന്ന ഭഗവാനിൽ ഏകീഭവിച്ചൊന്നാവും. പിന്നെ നമ്മളില്ല, അവൻ ഭഗവത് സ്വരൂപിയായി.
ജീവൻ മുക്തനായി. ആ മോഹം അങ്ങനെ തീർന്നു, അജ്ഞാനം അങ്ങനെ തീർന്നു, തെറ്റിദ്ധാരണ തീർന്നു, രണ്ടെന്ന ഭാവം തീർന്നു, സർവത്തിലും ഭഗവാനെ കണ്ടു. അങ്ങനെ ആ ഭക്തന്റെ മനസ്സ് ഭഗവാനിൽ അങ്ങോട്ട് ലയിക്കും. അപ്പോഴോ സോഹമെന്നിട കൂടുന്നു ജീവൻ. സോഹം, ഞാൻ ആ ഭഗവത് സ്വരൂപനാണെന്ന രൂപം സാക്ഷാത്കരിച്ചു. രണ്ടില്ലേ അവിടെ പിന്നെ അർത്ഥം. പാരിൽ ഇങ്ങനെ സഞ്ചരിച്ചിടുമ്പോൾ പ്രാരബ്ധങ്ങളാശേഷമൊഴിഞ്ഞിടും. ഏതൊരു പ്രാരബ്ധ കർമ്മഫലം അനുഭവിക്കാനാണോ ഞാനും നിങ്ങളും ഈ ദേഹമെടുത്ത് ഈ തടിയും കൊണ്ടിവിടെ വന്നത്, അതിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അവിടുത്തെ തിരുനാമം ജപിച്ചും ഭക്തന്മാരെ വണങ്ങിയും ആ ഭക്തി സുധയിൽ അങ്ങനെ മുഴുകി ആനന്ദ നൃത്തം ചെയ്തുകൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ എന്താവും? ആ പ്രാരബ്ധം കഴിയണവരെ ഈ ശരീരങ്ങൾ സഞ്ചരിക്കും. ആ പ്രാരബ്ധം മുഴുവനും അവസാനിക്കും. അത്രയും അർത്ഥം. പ്രാരബ്ധം ക്ലേശ വിലവിനർത്ഥം. മനസ്സിലായോ? പ്രാരബ്ധാനുഭവങ്ങൾ ഒരിക്കലും ആ ഭക്തന്, ജീവൻ മുക്തനായി ഈ ഭക്തന് ഒരിക്കലും യാതൊരു ക്ലേശമാവില്ല. വിധിച്ചിടുന്ന കർമ്മമൊടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹമോരേടത്ത്. ഇങ്ങനെ സഞ്ചരിച്ചു, ഇതിങ്ങനെ സഞ്ചരിക്കേ വേണ്ടത് നമ്മൾ. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴോ വിധിച്ചിടുന്ന കർമ്മം, ഈ ശരീരം കൊണ്ട് അനുഭവിക്കാനുള്ള കർമ്മവും അനുഭവിക്കാനുള്ള ഒക്കെ തീർന്നു. ആ പ്രാരബ്ധം തീർന്നാലോ അതെവിടെയെങ്കിലും എടുത്ത് വീണ് പോക്കോളും. ഇന്ന സടന്നില്ല, എവിടെ വീണാലും കുഴപ്പമില്ല അല്ലേ? ആ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അഥവാ ആ മുക്തനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ശരീരം എവിടെ വീഴട്ടെ, ആകാശത്തിൽ വെച്ചാവട്ടെ, വെള്ളത്തിൽ വെച്ചാവട്ടെ, ഭൂമിയിൽ വെച്ചിട്ടാവട്ടെ, എവിടെ വെച്ച് ആ ശരീരം വീണാലും എല്ലാം ഒരുപോലെയുള്ളൂ. മഹാന്മാരെ എവിടെയൊക്കെയോ വെച്ച് എങ്ങനെയൊക്കെയോ ശരീരം വെടിയണു. സാധാരണ ആൾക്കാർക്ക്, ലൗകികന്മാർക്ക് അറിയാൻ കഴിയില്ല. എടാ ശരീരം എവിടെ മറവ് ചെയ്തോ അവിടെ ദിവ്യശക്തി കേന്ദ്രമായി മാറുന്നു. ആത്മാക്കളുടെ സമാധിക്കൊക്കെ എത്രയും ശക്തി ഉണ്ടാവാൻ കാരണം അതാ. അവിടെ ശരീരം പോലും ചൈതന്യമയമായി കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. അതാണ് അതിൻ്റെ മഹിമ. ആ ശരീരം പാമ്പ് പടം ഊരും പോലെ അതിന് വല്ലതുണ്ടോ? ആ പടം ഊരിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓറ ഇതുപോലെയാണ്. ഈ ശരീരത്തെ വിട്ട് ആ മനസ്സ്, ആ വ്യക്തിത്വം ഈശ്വരനിൽ ചേർന്ന് അയാൾ വിദേഹമുക്തി, ജീവൻ മുക്തനായി നേരത്തെ തന്നെ അല്ലേ? കുടം ഉടഞ്ഞാൽ കുടത്തിനുള്ളിൽ ആകാശം, പുറത്താകാശത്തോടൊന്നാവും പോലെ ഒരു കത്തിച്ച തിരി മറ്റു തിരിയോട് ചേർക്കുമ്പോഴോ രണ്ടഗ്നിയും ചേർന്നൊന്നാവണ പോലെ ജലം ജലേ വിയത് വ്യോമിനി എന്നൊക്കെയാണ് ആത്മബോധത്തിൽ ആചാര്യസ്വാമികൾ പറയാം.